മോളെ, സുകുമാരനെ നീ അറിയില്ലല്ലോ. ഹി ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റുഡന്റ്. നമസ്കാരം. നമസ്തേ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കായി ഡിഗ്രി എടുത്തപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു IAS ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ മിസ്റ്റർ സുകുമാരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? വേണ്ട സർ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പ്രൊഫസർ ആവണം. പരിതസ്ഥിതികളിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവമനസ്സുകളെ നേർവഴിക്ക് തിരിക്കാൻ എന്നാലാവുന്നത് ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടണം. അതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന്. ആ ആദർശശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇന്നലെ മഴ നനഞ്ഞവർക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ. കൂടുതൽ നനഞ്ഞത് അങ്ങല്ലേ? അതെ അതെ, സുകുമാരൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അർച്ചനയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നു, വല്ല അസുഖവും പിടിപെട്ടോന്നറിയാൻ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങേ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. ചായ കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. വീട്ടിൽ വരുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അതൊരു സ്നേഹക്കുറവായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കരുതുന്നത്. അങ്ങക്ക് അഭിപ്രായമില്ലല്ലോ. ഇല്ല. എന്നാൽ സാരമില്ല, ഞാൻ വരട്ടെ. ശരി. അർച്ചനെ, ഡ്രൈവറോട് സുകുമാരനെ ഡ്രോപ്പ് ചെയ്യാൻ പറയും. വേണ്ട സാർ, എനിക്ക് നടന്നും ബസ് യാത്ര ചെയ്തുമാണ് ശീലം. അതാണ് ഇഷ്ടവും. എന്നാൽ അങ്ങനെ ആവട്ടെ. അർച്ചന മോളെ, നീ സുകുമാരനെ യാത്രയാക്കിട്ട് വാ. ശരി. വരട്ടെ സാർ. ചന്ദ്രനിലേക്ക് പോകാനായിരിക്കും ആലോചന. അതിനടുത്ത് വരെ അർച്ചനയ്ക്ക് സുകുമാരനെ പോലൊരു പയ്യനെ കിട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഇത് തന്നെയായിരുന്നു എന്റെ ഭയവും. അയാളുടെ ആദർശവും കുന്തവും ഒക്കെ വിസ്തരിച്ചപ്പോഴേ ഞാൻ കരുതി, തന്തയില്ല, തള്ളയില്ല, തറവാടില്ല, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യവും. ശമ്പളത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. കണ്ടാലോ അസൽ ഹിപ്പി ഗുണ്ട. ഇയാളെ കൊണ്ട് തന്നെ മോളെ കല്യാണം കഴിപ്പിക്കണം. ഇത് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നാ? ഞാൻ അയാളെ 4 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സുകുമാരനെ നല്ലതുപോലെ അറിയാം. നിങ്ങൾ 4 വർഷം കൊണ്ട് മനസ്സിലാക്കാത്തത് ഞാൻ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൈയും ചുരുട്ടിക്കയറ്റി മെയിൻ റോഡിൽ കാർ തള്ളാൻ പോകുന്നവന്റെ കൂടെ എന്റെ മോളെ ഞാൻ അയക്കില്ല. അതാണ് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പിന്നെ ഞാൻ എന്റെ മക്കളെ വളർത്തിയതും ഒരധ്യാപകന്റെ ശമ്പളം കൊണ്ട് മാത്രമാണ്. എന്റെ മക്കളെ ഈ നിലയ്ക്ക് വളർത്തിയെടുക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടിന്ന് എനിക്കേ അറിയാവൂ. അവളെ ആ വഴിക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല. അവൾക്ക് സൗന്ദര്യമുണ്ട്, പഠിത്തമുണ്ട്, നല്ല നിലയും വിലയുള്ള 1000 പേരെ അവൾക്ക് കിട്ടും. നല്ല ഒന്നാന്തരം തറവാട്ടുകാരെ അറിഞ്ഞു വെച്ചും കൊണ്ട് ആയുസ്സുകാലം മുഴുവൻ അടുക്കള നിറങ്ങി